ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് എൻ്റെ അടുത്ത് ഔപെയർ വിസേനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാളെ എനിക്ക് ഔപെയർ ചെയ്തിട്ടുള്ള ആരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ചോദിച്ചറിയാൻ വേണ്ടി കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ ഔപെയർ ചെയ്യണ ഇവിടുത്തെ ഒരു കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് ഔപെയർ എന്തായതാ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. എനിക്കപ്പോൾ ആ ആളിനെ വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആള് ഔപെയറിനെ നിൽക്കല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ വരാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആളിനെ വെച്ച് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളാം, ഞാൻ പറഞ്ഞു തരാം. അറിയുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതല്ല ഇപ്പൊ എനിക്കറിയില്ല എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ടായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ഔപെയർ വിസ എന്നുള്ളത് നോക്കാം. ഔപെയർ വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനിയിലുള്ള ഒരു ഫാമിലിയിൽ കൂടെ, അതായത് ജർമ്മൻ സംസാരിക്കുന്ന ഫാമിലി, ജർമ്മൻസ് ആവണം എന്നൊരു നിർബന്ധമില്ല, ജർമ്മനിയിലുള്ള ജർമ്മൻ സംസാരിക്കുന്ന ഒരു ഫാമിലിയിൽ കൂടെ നിന്നുകൊണ്ട് അവരുടെ 18 വയസ്സിന് താഴെയുള്ള അവരുടെ കുട്ടികളെ നോക്കുക എന്നതാണ് ഈ ഔപെയർ വിസയിൽ വരുന്ന ആളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിസയാണ് ഈ ഔപെയർ വിസ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കേട്ടോ. ഇപ്പൊ ഞങ്ങളെ പോലെ യൂറോപ്പ്, UK, കാനഡയിലൊക്കെ താമസിക്കുന്നവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നാട്ടിലേക്ക് പൈസ അയക്കാണ്ടിരിക്കില്ല. ഞങ്ങളും അയക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ കുറെ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആപ്പിനെല്ലാം ഹിഡൻ ചാർജസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ആപ്പ് പരിചയപ്പെടുത്തി തരാട്ടോ. അതാണ് പേപെന്നി. അപ്പൊ ഈ ആപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗൂഗിളിനേക്കാളും ബെറ്റർ എക്സ്ചേഞ്ച് റേറ്റ് ആണ് കേട്ടോ. അത് മാത്രമല്ല 24/7 അവരുടെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നോ ട്രാൻസാക്ഷൻ ഫീസ് ആണ്. ഇതൊന്നും കൂടാതെ നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് റെഫർ ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ കോഡ് വെച്ച് ആരെങ്കിലും ജോയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് 10 യൂറോ കിട്ടും. അപ്പൊ ഈ പേപെന്നി എന്ന് പറയുന്നത് പുതിയൊരു ആപ്പാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇത് ചുരുങ്ങിയ കാലയളവിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ഒരു വട്ടെങ്കിലും പേപെന്നി യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ എന്റെ റെഫറൽ കോഡ് താഴെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോ 18 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഔപെയർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോ 26 വയസ്സ് വരെയുള്ള കുട്ടികളാണല്ലോ, അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണ്, ഒരു കുട്ടിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔപെയർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അഥവാ അപ്ലൈ ചെയ്താലും നമുക്ക് റിജക്ഷൻ ആയിരിക്കും കിട്ടുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. ഞാനിപ്പോ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോ ആ കുട്ടി എന്നോട് പറഞ്ഞത് ഇവര് എപ്പോഴും ഹോസ്റ്റ് ഫാമിലി, അതായത് ഇവിടെ ജർമ്മൻ ഫാമിലിയുടെ കൂടെയാണല്ലോ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ ഫാമിലിനെ പറയുന്നത് ഹോസ്റ്റ് ഫാമിലി എന്നാ പറയാ. അപ്പൊ ആ ഫാമിലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് പെൺകുട്ടികൾക്കാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കുട്ടിയുടെ കൂടെ ഒരുപാട് ബോയ്സും ഗേൾസും ഒക്കെ ഈ ഔപെയർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോയ്സിന് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് 1-2 പേർക്കൊക്കെ വിസ റിജക്ഷൻ ആണ് കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ കൂടെ 2-3 ഗേൾസ് ആ കുട്ടി വന്നതിന്റെ ആ സമയത്ത് തന്നെ 1-2 ഗേൾസും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഗേൾസിന് ഇത് കിട്ടാൻ ചാൻസ് കൂടുതലാണ്, ബോയ്സിന് കിട്ടില്ല എന്നല്ല, അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ചില ഹോസ്റ്റ് ഫാമിലിക്ക് ബോയ്സിനെ വെക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബോയ്സിനെ സെലക്ട് ചെയ്യും. ഇല്ല ബോയ്സ് ആണെന്ന് പറയുമ്പോൾ ചിലവർ വേണ്ട ഗേൾസ് മതി എന്ന് പറയുന്ന ഹോസ്റ്റ് ഫാമിലി ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ബോയ്സിന് അപ്ലൈ ചെയ്യാം, കിട്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ലക്ക് പോലെ ഇരിക്കും കേട്ടോ. പിന്നെ അടുത്തത്, ഈ ഔപെയർ വിസയിൽ വരുന്ന ആൾക്ക് ലാംഗ്വേജ് ആവശ്യമുണ്ടോ, ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആവശ്യമുണ്ട്, A1 മതി, കൂടുതലൊന്നും വേണമെന്നില്ല, ബേസിക് ആയിട്ടുള്ള A1 മതി. പക്ഷെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് തുടർന്ന് പഠിക്കണം എന്നുണ്ട്, ലാംഗ്വേജ് B2 വരെ പഠിക്കണം എന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. കാരണം ഈ ഔപെയർ വിസ എന്ന് പറയുന്നത് 1 ഇയർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ 1 ഇയറിൽ നമുക്ക് നമ്മളെ കാലത്ത് മുഴുവൻ ഈ കുട്ടികളെ നോക്കുക, ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ നോക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നതെന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആ ടൈമിൽ നമ്മൾ ഫ്രീ ആയിരിക്കും. ഇപ്പൊ ജോലിക്ക് പോയിട്ടുള്ള അപ്പനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ കുട്ടികളുടെ. അപ്പൊ അവര് വന്നതിന് ശേഷം നമുക്ക് ഈവനിങ് നമുക്ക് ക്ലാസ്സിന് പോവാം ഇവിടെ. അപ്പൊ അവര് തന്നെ നമ്മൾ പൈസ ഒന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഹോസ്റ്റ് ഫാമിലിയും ഗവൺമെന്റും നമ്മുടെ പൈസയെല്ലാം ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലാംഗ്വേജ് കോഴ്സിന്റെ കാര്യങ്ങളെല്ലാം അവര് തന്നെ നോക്കിക്കോളും. അപ്പൊ നമുക്ക് ഇവിടെ ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പൊ പോയി പഠിക്കണം എന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഓൺലൈനായിട്ടും കോഴ്സ് ഉണ്ട്. അപ്പൊ ഓൺലൈനായിട്ടും നമുക്ക് ക്ലാസ് ഉള്ളത്, ഓൺലൈനിലും നമ്മളെ അവർ ചേർത്തി വിടും. ഓൺലൈനിലായിട്ട് പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം, പോയി പഠിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഔപെയർ ചെയ്യാൻ വരുന്ന കുട്ടികളെല്ലാവരും തന്നെ ഇവിടെ വന്നതിന് ശേഷം ലാംഗ്വേജ് പഠിക്കും, ഇവിടെ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ഇവിടെ തന്നെ എന്തെങ്കിലും കോഴ്സ്, ഹൗസ് ബിൽഡിംഗ് കോഴ്സോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ തുടർന്ന് ചെയ്യാം ഇത് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എല്ലാവരും വരുന്നത്.
മിക്ക കുട്ടികളും എന്തായാലും ഔപെയർ കഴിഞ്ഞതിന് ശേഷം ഹൗസ് ബിൽഡിംഗ് ആയിരിക്കും ഒരു 90% കുട്ടികളും ചൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിസയിൽ വരുന്നതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ലാംഗ്വേജ് പഠിക്കുക. P1 വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ ഈ ഫാമിലിയുടെ കൂടെ നമ്മൾ നിന്നുകൊണ്ട് ഇവരുടെ കൂടെ തന്നെയാണല്ലോ നമ്മൾ നിൽക്കണേ. അപ്പൊ അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ഔപെയർ വിസയിൽ വരുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഹൗസ് ബിൽഡിംഗ് ഒക്കെ സുഖമായിട്ട് ചെയ്യാലോ. ഭാഷ കുറച്ച് നമുക്ക് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഹോസ്റ്റ് ഫാമിലി ജർമ്മൻസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ ഹോസ്റ്റ് ഫാമിലി ഇന്ത്യൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല, വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിന്നുള്ള ആളായിരിക്കണം. അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കൺട്രിയിലുള്ള ആൾക്കാരാണ് അവരൊരിക്കലും ഇപ്പൊ ഹോസ്റ്റ് ഫാമിലിയും അതുപോലെ വരുന്ന ആളും ഇന്ത്യൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരേ സെയിം ആയിട്ടുള്ള കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ. അങ്ങനെ എടുക്കില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പരിചയക്കാരോ അങ്ങനെ റിലേറ്റീവ്സോ പരിചയക്കാരോ അങ്ങനെ ഒന്നും ആവാൻ പാടില്ല. അതാണ് അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഔപെയറിൽ വരുന്ന ആളുടെ സാലറി എന്ന് പറയുന്നത്, സാലറി എന്ന് ഒരിക്കലും പറയില്ല കേട്ടോ, പോക്കറ്റ് മണി എന്നാണ് പറയാ. നമുക്ക് 250 യൂറോ ആണ് കിട്ടുക. 250 യൂറോ അല്ലാതെ നമുക്ക് അവര് ഇപ്പൊ ഹോസ്റ്റ് ഫാമിലി ഇപ്പൊ കുറച്ച് 300 കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ 250 യൂറോനെക്കാട്ടും നമുക്ക് കുറയില്ല. ഇനി അഥവാ അവർക്ക് എന്തെങ്കിലും നല്ല ഇപ്പൊ നമുക്ക് ലക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 300 ആക്കി തന്നാൽ നമുക്ക് ലക്ക് അനുസരിച്ച് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പിന്നെ നമ്മുടെ ഫുഡും അക്കോമഡേഷനും ഒക്കെ അവരുടെ കൂടെ തന്നെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് വേറെ നമുക്ക് എക്സ്ട്രാ ചെലവൊന്നും വരുന്നില്ല. അഥവാ നമുക്കിപ്പോ എന്തെങ്കിലും പുറത്ത് പോയി വാങ്ങണം അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പൈസ ചോദിക്കാം. അപ്പൊ അവര് ഒരു 50 100 തന്നാൽ തന്നെ നമ്മുടെ ഈ 250 യൂറോ അവര് കട്ടാക്കിയിട്ടായിരിക്കും പിറ്റത്തെ മാസം അവര് നമുക്ക് പൈസ തരാം. പിന്നെ ഈ ഫാമിലി പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോയിന്ന് വരാം, ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോയില്ല എന്ന് വരാം. അതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഡ്രസ്സോ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങി തന്നു വരാം, തന്നില്ല എന്നും വരാം. അതൊക്കെ നമുക്ക് കിട്ടണ ഫാമിലിനനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മള് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഈ ഹോസ്റ്റ് ഫാമിലി ആയിട്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണ സമയത്ത് നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ ആ ടൈമിലൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടോ, അങ്ങനെ വരുന്നതിൽ കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കും. എന്നിട്ടാണ് അവര് നമുക്കിതുപോലെ കൊണ്ടുപോകണതും കൊണ്ടുപോകാത്ത കാര്യങ്ങളൊക്കെ അപ്പൊ അവര് പറയും. അതുപോലെ അവർക്ക് എന്തെങ്കിലും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ കാര്യങ്ങളും അവര് പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോലി എന്താണെന്നും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ചില ഔപെയറിൽ വരുന്ന സ്റ്റുഡൻസിന് ചിലപ്പോ കുട്ടീനെ മാത്രമായിരിക്കും നോക്കേണ്ട വരുള്ളൂ. പക്ഷെ ചിലവർക്ക് കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും. കോൺട്രാക്റ്റിലുള്ളതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി. ചിലവർക്ക് ലക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ ഞാൻ പരിചയപ്പെട്ട കുട്ടിക്ക് നല്ല ലക്കാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിയുണ്ട്, അതുപോലെ ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ അവരാനെ രണ്ടുപേരേനെയും അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നാ പറഞ്ഞു. അവരാനെ ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോകുക. അപ്പൊ കിൻഡർ ഗാർഡനിൽ പോണ കുട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവരിക, പിന്നെ അവരുടെ കൂടെ കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ വേറൊരു കുട്ടിയുടെ കാര്യം ആ കുട്ടി എന്നോട് പറഞ്ഞത്, ആ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത്. ഇപ്പൊ കുക്കിങ്ങിനും ക്ലീനിങ്ങിലും തുണി ഇപ്പൊ നമ്മുടെ അയൺ ചെയ്യാനും അങ്ങനെയൊക്കെ അവരനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചിലവർക്ക് ലക്ക് ഉണ്ടാവും, ചിലവർക്ക് ലക്ക് ഉണ്ടാവണമെന്നില്ല. നമുക്ക് കിട്ടുന്ന ഫാമിലിനനുസരിച്ചിരിക്കും ഈ കാര്യങ്ങളെല്ലാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഔപെയർ വിസയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പൊ ഈ ഹോസ്റ്റ് ഫാമിലി ആയിട്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല, ഒരു തരത്തിലും മുന്നോട്ട് പോവില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹോസ്റ്റ് ഫാമിലിനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മാറാൻ പറ്റൂട്ടാ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഥവാ കോൺട്രാക്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കണേ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. എന്നിട്ടും നിങ്ങൾക്ക് പറ്റണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഔപെയർ വിസയിൽ വരുന്ന ആൾക്കാർക്ക് ലീവ് കിട്ടുമെന്ന് ചോദിക്കും. ലീവ് ഉണ്ട്, പക്ഷെ നമ്മൾ എന്തായാലും ഓൾറെഡി അത് ഒരു വർഷത്തെ വിസയേ ഉള്ളൂ. അപ്പൊ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും പഠിക്കാൻ കയറും. അപ്പൊ ആ 1 വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് ഒരു 4 ആഴ്ചയാണ് ലീവ് കിട്ടുക. അപ്പൊ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് തീർക്കാം, ഇല്ലെങ്കിൽ ഒരുമിച്ച് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. സാധാരണ ആരും അങ്ങനെ ഔപെയർ വിസയിൽ ഇരിക്കുന്ന ടൈമിൽ എന്തായാലും നാട്ടിലേക്കൊന്നും പോകാറില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, 1 വർഷത്തെ വിസയാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി എല്ലാവരും ഇവിടെ ചേർന്നിട്ട് മുന്നോ അല്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ കണ്ടുപിടിച്ച് എല്ലാം സെറ്റ് ആയതിനു ശേഷമൊക്കെ മാറുള്ളൂ. ഇപ്പൊ നമുക്ക് ഇടയിൽ ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഇപ്പൊ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഇവിടെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാറ്റർഡേ സൺഡേ നമുക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് അനുവാദം തരും. പക്ഷെ അതൊക്കെ നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുന്ന സമയത്ത് ഇന്റർവ്യൂവിന്റെ ടൈമിൽ നമ്മൾ ഇങ്ങനെ പറയണം കേട്ടാ, ഇന്ന പോലെ കിട്ടുമോ, നമുക്ക് ഇന്ന പോലെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സമയത്ത് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. അതുപോലെ അവരും നമ്മുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ ഈ ഔപെയർ വിസ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്.
അപ്പോൾ ഈ ഔപെയർ വിസ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ പഠിക്കാം. പക്ഷെ നമ്മൾ ഔപെയർ വിസ കഴിഞ്ഞിട്ടല്ല കേട്ടോ നമ്മളതെല്ലാം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത് കഴിയണേന്റെ 3-4 മാസം മുന്നേ നമ്മൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ഔപെയർ വിസ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും. അപ്പൊ അതിന് മുന്നേ നമ്മൾ സ്കൂളോ നമ്മുടെ യൂണിവേഴ്സിറ്റിയോ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് അഡ്മിഷനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ അഥവാ നാട്ടിൽ പോകണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡന്റ് വിസയിൽ സാധാരണ അപ്ലൈ ചെയ്യണ പോലെ അപ്ലൈ ചെയ്തിട്ടൊക്കെ വേണം വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഔപെയർ വിസയ്ക്ക് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. സാധാരണ മിക്കവരും ഏജൻസി വഴിയാണ് വരുന്നത്. അപ്പൊ ഏജൻസി വഴി വരുമ്പോൾ 2 ലക്ഷം തൊട്ട് 3-3.5 ലക്ഷം വരെയൊക്കെ വരും. അത് ഓരോ ഏജൻസി അനുസരിച്ചിരിക്കും. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഏജൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാണ് എനിക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഏജൻസി വഴി നമുക്ക് വരാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് വരണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും വരാം. ഞാനപ്പോ ആ കുട്ടിയുടെ അടുത്ത് ഏജൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടീന്റെ അടുത്ത് പറഞ്ഞത് ഒരുപാട് പേര് ഈ ഔപെയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒരുപാട് സ്റ്റുഡൻസ് ആയി അവർക്ക് നോക്കാൻ പറ്റാത്തത്ര അധികം ആൾക്കാരായതുകൊണ്ട് അവരിപ്പോ നിർത്തി വെച്ചേക്കാന്ന് പറഞ്ഞു. പെൻഡിങ്ങിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഇത് നിർത്തി വെച്ചേക്കാന്നാണ് ആള് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഏജൻസി വഴി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പൊ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വെബ്സൈറ്റുകൾ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പൊ ഈ വെബ്സൈറ്റുകളിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊന്നൊക്കെ അതിലുണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അതിനനുസരിച്ച് ഫോളോ ചെയ്യാം കേട്ടോ. നമ്മൾ ഇപ്പോ ഔപെയർ വിസയിൽ വരുന്ന ടൈമിൽ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ പേര്, നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നമ്മുടെ ഹോബീസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണം. പിന്നെ പറഞ്ഞത് നമ്മൾ കുട്ടികളായിട്ട് കളിക്കുന്ന ഒരു വീഡിയോ, അത് വീഡിയോ ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊഫൈല് അപ്ലോഡ് ചെയ്യണതിന്റെ കൂടെ ഈ വീഡിയോ ഉണ്ടായിരിക്കണം എന്ന്. അപ്പൊ നമ്മൾ കുട്ടികളായിട്ട് കളിക്കുന്ന, ചെറിയ കുട്ടികളായിട്ട് കളിക്കുന്ന വീഡിയോസും ഫോട്ടോസും അതൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പൊ അതെനിക്ക് തോന്നണത് കുട്ടികളെ നോക്കാനാണല്ലോ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഹോസ്റ്റ് ഫാമിലി അതിങ്ങനെ വീഡിയോ ചെക്ക് ചെയ്തിട്ട് നോക്കുകയായിരിക്കും. ഇപ്പൊ ഈ വരുന്ന ആൾക്ക് കുട്ടികളായിട്ട് ഇടപഴകിയിട്ടുള്ള ശീലമുണ്ടോ, ഒരു നാക്കൊക്കെ അറിയോ, അങ്ങനെ അതിന് വേണ്ടിയിട്ടായിരിക്കും. അത് ഞാൻ ആദ്യമായിട്ടാട്ടാ കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ആ കുട്ടിയാണ് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിന്ന്. പിന്നെ എനിക്ക് ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വരും. ഈ ഔപെയറിനെ കുറിച്ച് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ പറയാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ FSJ BFD ഒക്കെ ഉണ്ടല്ലോ, അത് ചെയ്യണതാണോ നല്ലത്, അതല്ല ഔപെയർ ചെയ്യണതാണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഔപെയർ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ ഔപെയർ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ അതെന്തായാലും ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വേറെ ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഹോസ്റ്റ് ഫാമിലി നമുക്ക് കുറെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മൾ അതൊക്കെ നമ്മൾ പാലിക്കണം. ചിലയിടത്ത് ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്റ്റ് ഫാമിലി ഇപ്പോ വെജിറ്റേറിയൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കഴിക്കില്ല, നമ്മൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കേണ്ടി വരും. അങ്ങനെ പിന്നെ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് പുറത്ത് പോയിട്ട് കഴിക്കുക, എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് വരിക, അങ്ങനെയൊന്നും ഈ ഔപെയറിൽ ഇരിക്കുമ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല എന്നല്ല, പോകാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ഈ FSGക്ക് വരാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ കണ്ടീഷൻസ് ഒന്നും ആരും ഇങ്ങനെ നമ്മുടെ അടുത്ത് കണ്ടീഷൻസ് ഒന്നും പറയില്ല. നമ്മുടെ ഇഷ്ടമാണല്ലോ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വന്നു അത് ചെയ്യണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കയ്യിലിരിക്കും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കൺട്രോൾ അവർക്ക് ഉണ്ടായിരിക്കും. ഈ ഹോസ്റ്റ് ഫാമിലിക്ക് ഔപെയറിൽ നമ്മൾ വരുമ്പോൾ ഈ ഹോസ്റ്റ് ഫാമിലിക്ക് നമ്മുടെ മേല് അവരുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവരാണ് ഉത്തരവാദിത്വം പറയേണ്ട ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺട്രോള്, നമ്മുടെ ഒരു കൺട്രോള് അവരുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ രണ്ടിനും അതിന്റേതായിട്ടുള്ള ഗുണവും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തിപ്പെടില്ല. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് FSJക്ക് ആയാലും ഔപെയറിനായാലും നമ്മൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഇവിടെ വന്ന് ബാക്കി പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ FSJക്ക് വന്നാലും നമ്മുടെ ഔപെയറിൽ വന്നാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ലാംഗ്വേജ് പഠിക്കുക, അതിനുശേഷം ബാക്കി ഇവിടെ നമ്മൾ തുടർന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോ ഏത് വിസയിൽ വന്നാലും ആ കാര്യം എന്തായാലും നടക്കും. പിന്നെ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ലാംഗ്വേജ് പഠിക്കുന്നതെന്ന് പറയുന്നത് ഞാനിവിടെ സ്പൗസ് വിസയിലാണ് വന്നത്. അങ്ങനെ ഞാൻ ഇന്റഗ്രേഷൻ കോഴ്സാണ് ഞാൻ ചെയ്യണത്. അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു, ജർമ്മനിയിൽ വന്ന് നിന്നിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് വിസ എന്ന് പറഞ്ഞിട്ടൊരു വിസ ഉണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ വീഡിയോ ചെയ്യുമെന്നും എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് അത് ഗുണമുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം
ഈ ലാംഗ്വേജ് യൂസയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജ് യൂസയുടെ ഒരു വർഷം ആണ് കൊടുക്കണം. ആ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ലാംഗ്വേജ് യൂസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകണം. അതിനുശേഷം ഇവിടെ നമുക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാച്ചിലേഴ്സ് ചെയ്യാനോ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മൾ ഭാഷ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഷ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വലിയ കാര്യമായിട്ട് പറയാത്തത്. ഭാഷ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഔപെയർ ചെയ്യാൻ പറ്റുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔപെയർ വിസയിൽ വരാം, ഇല്ലെങ്കിൽ ഈ BFD എന്ന് പറഞ്ഞാൽ അതിലും വരാൻ പറ്റൂട്ടാ. അപ്പൊ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ബാക്കി നമ്മുടെ ലാംഗ്വേജ് പഠിക്കാലോ. ഇപ്പൊ നിങ്ങൾ ഔപെയർ വിസയിൽ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു A1 മതി. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് തുടർന്ന് ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു A2 ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി B1 B2 ഒക്കെ ഇവിടെ വന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ ഈവനിങ് ക്ലാസ്സിനോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിനോ ഒക്കെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ബാക്കി ലാംഗ്വേജ് ക്ലാസ്സിന് ചേരുക. അപ്പൊ എനിക്കത് കറക്റ്റ് അറിയില്ല, അത് ആ ഒരു ടൈം ഓഫ് പീരീഡിൽ അത് തീരുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു മോഡ്യൂൾ എന്തായാലും നമുക്ക് തീർക്കാൻ പറ്റും, പിന്നെ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടും നല്ലത് ഒരു A2 അവിടെ എടുത്തിട്ട് ഇങ്ങോട്ട് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ B1 B2 ഇവിടെ ചെയ്യാം. അതിനുശേഷം കാരണം B2ന്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇത് അന്വേഷിക്കണം. ഹോസ്പിറ്റലിൽ ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ച് തുടങ്ങണം. 3-4 മാസം മുന്നേ അന്വേഷിച്ച് തുടങ്ങണം. അപ്പോൾ ലാംഗ്വേജ് ഒരു A2 അവിടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് കയറി പോരാം. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചെലവില്ലാണ്ട് നമുക്ക് ലാംഗ്വേജ് പഠിക്കാം. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഈ ഔപെയർ വിസയിലുണ്ട്. പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടാ. നിങ്ങൾ ഇനിയിപ്പോ ഇതിന് വരണോ അതിന് വരണോ എന്നൊന്നും ആലോചിച്ചൊന്നും സമയം കളയാനുള്ള ടൈമില്ല. കാരണം ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഓരോ ചേഞ്ചസും കാര്യങ്ങളും റൂൾസും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. എഡ്യൂക്കേഷന്റെ ആയാലും അല്ലാത്തിന്റെ ആയാലും ഇവിടേക്ക് വരാനുള്ളതിന്റെ ഒക്കെ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഇനിയും ചില മാറ്റങ്ങൾ വന്നൂന്നും വരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് വരണോ വേണ്ടേന്ന്. പെട്ടെന്ന് തീരുമാനം എടുക്കുക, പെട്ടെന്ന് കയറിപ്പോരെ. ഇതൊക്കെ എപ്പോഴാണ് അവർ നിർത്തണേ അല്ലെങ്കിൽ എപ്പോഴാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണേന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കരുത് കേട്ടാ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.